എല്ലാം പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഇയർ ബിടെക് കുട്ടികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള അപ്ഡേറ്റുകളും അറിയിപ്പുകളും യഥാസമയം നിങ്ങളുടെ ഫോണുകളിലേക്ക് ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടിയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്ത് വച്ചേക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ വർഷത്തെ ബിടെക് ക്ലാസുകൾ കഴിഞ്ഞ ആഴ്ചയോടെ തന്നെ ഒട്ടുമിക്ക കോളേജുകളിലും ചെറിയ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ട്. 1 മുതൽ 10 വരെ +1 +2 പോലെയുള്ള പഠന രീതിയല്ല ബിടെക്കിൽ ഉള്ളത്. ഇവിടെ ഒരു വർഷം 2 സെമിസ്റ്റർ വീതമാണ് ഉള്ളത്. അതായത് ഒരു വർഷം 2 യൂണിവേഴ്സിറ്റി പരീക്ഷകൾ നിങ്ങൾ എഴുതേണ്ടി വരും. ഓരോ സെമസ്റ്ററിൽ വളരെ ചെറിയ കാലാവധി മാത്രമായിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് പ്രധാനമായിട്ടും 5 വിഷയങ്ങളാണ് ഉള്ളത്. അതിൽ തന്നെ മാത്തമാറ്റിക്സിലാണ് വളരെയധികം കുട്ടികൾ കഴിഞ്ഞ വർഷങ്ങളിൽ ഫെയിൽ ആയിട്ടുള്ളത്. മാത്തമാറ്റിക്സിൽ കാൽക്കുലസ്, അതായത് ഇന്റഗ്രേഷൻ, ഡിഫറൻസിയേഷൻ ഉപയോഗം നല്ല രീതിയിൽ എഞ്ചിനീയറിംഗിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇതിലെ ബേസിക്സ് ഇല്ലായ്മയാണ് കുട്ടികളിൽ വലിയ രീതിയിൽ തോൽവികൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ കിട്ടുന്ന ഈ ഓണാവധിയും തുടർന്ന് എങ്ങനെ മാത്തമാറ്റിക്സ് പഠിച്ചെടുക്കാം എന്നത് സംബന്ധിച്ച് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ഒരു വാട്സപ്പ് ബോട്ടിന്റെ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായ എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട്. മാത്സ് കൂടാതെ ഫസ്റ്റ് ഇയറിൽ നിങ്ങൾക്കുള്ളത് ഫിസിക്സ്, എഞ്ചിനീയറിംഗ് കെമിസ്ട്രി, എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ്, സിവില്, മെക്കാനിക്കൽ ബേസിക്സ് ആണ് ഉള്ളത്. ഈ വിഷയങ്ങളുടെയും കാര്യങ്ങൾ വീഡിയോയുടെ താഴെ നൽകിയിട്ടുള്ള ലിങ്കിൽ കൃത്യമായി വിശദീകരിച്ച് നൽകിയിട്ടുണ്ട്. എല്ലാവരും പരിശോധിക്കുവാൻ ശ്രമിക്കുക. ഇത് സംബന്ധിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ കമന്റ് ബോക്സിൽ ചോദിക്കുക. നന്ദി.